എല്ലാ ദിവസവും 5 മണിക്ക് ശേഷമാണ് നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങാറുള്ളത്. കാരണം ഓരോ ദിവസം നമുക്ക് ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടാവും. സിഇ അതേപോലെ തന്നെ ജനറൽ മീറ്റിംഗ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇന്നും സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ എന്താ തോന്നി ഞങ്ങൾക്കൊന്ന് പോയി ചായ കുടിച്ചാലോ എന്ന്. അപ്പോൾ ചായ കുടിക്കാനുള്ള പോക്കാണ് കേട്ടോ. സൗമ്യയും ആതിരയും കൂടെയുണ്ട്. പിന്നെ എവിടേക്കാ പോകണമെന്ന് ഓൾറെഡി അറിയാലോ. അച്ചുവേട്ടൻ്റെ ചായക്കടയ്ക്ക്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതാ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബോണ്ട ഉണ്ട്. വരുമ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ സമയമാകുമ്പോഴത്തേനും ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിയാറുണ്ട് കേട്ടോ. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ഇവിടെ കറക്റ്റ് 4 എണ്ണം മാത്രം ബാക്കിയുണ്ട്. ഉള്ളിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്നതൊക്കെ നമ്മളുടെ ആൾക്കാരാട്ടോ. അവരൊക്കെ നമ്മുടെ കൂടെയുള്ള ടീച്ചേഴ്സാണ്. അങ്ങനെ നമ്മൾ ബോണ്ട എത്തിയിട്ടുണ്ട്. ഇനി ഒരു സ്പെഷ്യൽ സാധനം കൂടിയുണ്ട്. ഇത് ബീഫിന്റെ ഗ്രേവിയാണ്. ഇവിടെ വൈകിട്ട് എപ്പോഴും പൊറോട്ടയും ബീഫും ഉണ്ടാവും കേട്ടോ. അത് സൗമ്യം മാതിരിയും ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാണ്. അവരുടെ കോമ്പിനേഷൻ ആണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയി ബോണ്ട ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വിനുവേട്ടൻ കൂടെ കുറച്ച് കറിയും കൂടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. എനിക്ക് പിന്നെ ബീഫ് ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ മാത്രം കഴിച്ചില്ല. ബോണ്ടൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വിനുവേട്ടൻ്റെ പിന്നെയും അടുത്ത ചോദ്യം വന്നു, ഇനി പൊറോട്ട വേണമെന്ന്. എങ്ങനെ വേണ്ടാന്ന് പറയാ. അങ്ങനെ എല്ലാവരും ഓരോ പൊറോട്ടയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. നാലാളും ചായ വന്നു കഴിഞ്ഞപ്പോൾ ഇതാ ഒരാളെ മാത്രം ചായയിൽ കുറച്ച് കളർ വ്യത്യാസമുണ്ട്. നമ്മളെ പണ്ടത്തെ പാലും വെള്ളമാണ്. അത് ആരെയെന്ന് മനസ്സിലായെങ്കിലും ഒന്ന് പറയണം കേട്ടോ. അച്ചേട്ടൻ്റെ കടയിൽ അടുക്കളയോട് ചേർന്നിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു റൂം ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ ചായ കുടിക്കാൻ കയറാറ്. ഇവിടെ ലൈറ്റ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. പോരാത്തതിന് മഴക്കാറുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ആരെങ്കിലും കൂടെയൊക്കെ വന്നിട്ട് ചായ കുടിക്കാൻ നല്ല രസമാണ്. കാരണം സ്കൂളത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും ഒന്നും കൂടി ചായ കുടിക്കാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ബൈ.